കറണ്ട് മനുഷ്യൻ നാം ഇടയ്ക്കൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. മുതിർന്നവരെയും കുട്ടികളെയൊക്കെ ഒരുപോലെ അത്ഭുതപ്പെടുത്തുകയും ആകാംക്ഷാഭരിതരാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കറണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്താണ് കറണ്ട് മനുഷ്യൻ? നമ്മൾ കറണ്ടിൽ അല്ലെങ്കിൽ വൈദ്യുതിയിൽ സ്പർശിക്കുന്ന ആളെ പൊതുവേ നമ്മളൊരു കറണ്ട് മനുഷ്യൻ എന്നൊരു പരിവേഷം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? നമുക്കറിയാം, നമ്മളെ ഷോക്ക് അടിക്കും, നമ്മൾ വൈദ്യുതിയിൽ തൊട്ടാൽ ഷോക്ക് അടിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മറ്റൊരാൾ അങ്ങനെ തൊടുന്ന് കാണുമ്പോൾ അദ്ദേഹം ഒരു തെളിവ് കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം ഉണ്ടാകും. കുട്ടികൾക്ക് അത് അനുകരിക്കണമെന്നൊക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് കറണ്ട് മനുഷ്യൻ എന്നൊരു പരിവേഷം നമ്മൾ ചാർത്തി കൊടുക്കുന്നത്, അതെന്തുകൊണ്ടാണ്, അതൊരു അത്ഭുത സിദ്ധിയാണോ? അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കാം. ഇത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കും ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഇതിന്റെ പിന്നിലുള്ള സത്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്ന് വിശദീകരിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിനുള്ളത്. കുട്ടികളോ മറ്റുള്ള ആരും ഇത് ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത് എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കാരണം ഇതിനെന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരിക്കലും നമുക്ക് അനുകരിക്കാനുള്ള ഒരു കാര്യമല്ല. ഇലക്ട്രിക്കലുമായി ബന്ധമുള്ള അല്ലെങ്കിൽ നല്ലൊരു ഇലക്ട്രീഷ്യൻ ഒരിക്കലും വൈദ്യുതി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നേരിട്ട് സ്പർശിക്കില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനുള്ളൊരു സാക്ഷ്യം പോലെ തന്നെ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എന്നാണ് വൈദ്യുതിയിൽ സ്പർശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക്കൽ വയറിൽ സ്പർശിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളൊരു സത്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരിക്കലും ഒരു ഇലക്ട്രീഷ്യൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഇതിൽ എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം വൈദ്യുതിയിൽ ഒന്ന് സ്പർശിച്ച് കാണിക്കുകയാണ്. അത് ഒരു അപകടമില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് അപകടം ഇല്ലാത്തതെന്ന് ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ബിജു അർജുൻ, B.S ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ടിപ്സുകളും അറിവുകളും ഉൾപ്പെടുന്ന ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതൊരു ഇലക്ട്രിക് ബൾബാണ്, ഒരു ഫിലമെന്റ് ലാമ്പാണ്. ഈ ഫിലമെന്റ് ലാമ്പ് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു 2 വയർ, അതായത് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യുന്നതിന് പകരമായിട്ടുള്ള 2 വയർ മാത്രം പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ഈ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചാൽ, അതായത് ഒരു സ്വിച്ചിന്റെ പകരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബൾബ് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കാരണം ഇതിൽ കൂടെ സപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നു. സ്വിച്ചിന് പകരം നമ്മളിത് സ്വിച്ച് കൊടുക്കേണ്ട ഭാഗത്തുനിന്ന് ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു ഭാഗത്ത് ഫേസ് വന്നിരിക്കും, ഒരു ഭാഗത്ത് ന്യൂട്രലായിരിക്കും. ബൾബിൽ കൂടി കയറി ഇറങ്ങി വരുന്ന ന്യൂട്രലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫേസ് ലൈൻ നിങ്ങൾക്കൊന്ന് വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റർ കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഈ ടെസ്റ്റർ കത്തുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ, അതൊരു ഫേസ് ലൈനാണ്. ടെസ്റ്റർ വെക്കുമ്പോൾ കറക്റ്റായിട്ട് അത് കത്തുന്നുണ്ട്. അതിനർത്ഥം അതിലുള്ള കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. അത് നമ്മൾ കൂട്ടിമുട്ടിക്കുമ്പോൾ, അതായത് ഈ 2 വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ ആ ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നേരിട്ട് മറ്റ് റിലേയോ സംവിധാനങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ പ്ലഗിൽ നിന്നും, അതായത് ഒരു പ്ലഗിൽ നിന്നും ബൾബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ആ ബൾബ് കത്തിക്കുന്നതിന് വേണ്ടി സ്വിച്ച് കണക്ട് ചെയ്യുന്നതിന് പകരം ഇതിവിടെ വെച്ചിരിക്കുന്നു. മിക്ക ആൾക്കാരും, നമ്മൾ കറണ്ട് മനുഷ്യൻ എന്ന് അവകാശപ്പെടുന്ന പലരും കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ 2 വയറെടുത്ത് കൂട്ടിമുട്ടിക്കുകയോ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ മുട്ടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബൾബ് കത്തുന്നു. അല്ലെങ്കിൽ അതിന് പകരം ഒരു ബൾബിന് പകരം ഒരു മിക്സി വർക്ക് ചെയ്യുന്നു, ഫാൻ വർക്ക് ചെയ്യുന്നു, അങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ടായിരിക്കാം. ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഇങ്ങനെ വെച്ച് മുട്ടിച്ചാലും ആ ബൾബ് കത്തുന്നതായിട്ടൊക്കെ കാണാം. ശരിക്കും മറ്റ് റിലേ സംവിധാനങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഷോക്ക് കേൾക്കും. ഇതിപ്പോൾ എനിക്ക് തന്നെ, ഞാനിങ്ങനെ എൻ്റെ ശരീരത്തിൽ മുട്ടിച്ചാൽ അല്ലെങ്കിൽ 2 കൈ കൊണ്ട് ഈ 2 വയറുകൾ പിടിച്ചാൽ എനിക്ക് ഷോക്ക് കേൾക്കും. അത് തീർച്ചയാണ്. ഇങ്ങനെ 2 വയറുകൾ, ഇതുപോലെ 2 വയറുകൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുട്ടിച്ചിട്ട് പല ഉപകരണങ്ങൾ, ലൈറ്റ് കത്തിക്കുന്നു, ഫാൻ വർക്ക് ചെയ്യുന്നു, മിക്സി വർക്ക് ചെയ്യുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു എങ്കിൽ അതിൽ പല റിലേ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അവർക്കൊരു അമാനുഷിക ശക്തി ഉള്ളതുകൊണ്ടല്ല. ഒരിക്കലും അങ്ങനെ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബൾബ് കത്തണമെങ്കിൽ ഒരു 50 വാട്ടോ 100 വാട്ടോ ബൾബാണെങ്കിൽ അത് കത്താൻ ആവശ്യമായ കറണ്ട് ശരിക്കും നമ്മുടെ ശരീരത്തിൽ കൂടെ തന്നെ കയറി ഇറങ്ങി പോകണം. ഈ ശരീരത്തിൽ കൂടി കറണ്ട് കയറി ഇറങ്ങി പോകുമെങ്കിൽ, ഇതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിലൂടെ ഒരു 30 മില്ലി ആംപിയറിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോക്കുകൾക്ക് അപകടം ഉണ്ടാവും, മരണം വരെ സംഭവിക്കാം. പക്ഷേ അവർക്ക് അങ്ങനെ സംഭവിക്കുന്നില്ല. മറ്റ് ലോഡ് വർക്ക് ചെയ്യുന്നുവെങ്കിൽ, ആ ശരീരത്തിലൂടെ കറണ്ട് കടന്നു പോയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവർ ജീവനോടെ ഉണ്ടാകില്ല. അത് സത്യമാണ്. അത് റിലേ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രം കാണിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ചിലര് നേരിട്ട് വയറുകൾ തമ്മിൽ കൂട്ടിപ്പിരിക്കുന്നതും, അത് ഈ ഉത്സവപ്പറമ്പിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ലൈറ്റ് അറേഞ്ച്മെന്റ്സിനൊക്കെ വരുന്ന ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പല കുട്ടികളും കണ്ടിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒന്ന് നോക്കുന്നത്. ഇതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ചെയ്തൊരു അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിത് അറിഞ്ഞിരിക്കുക. ഒരിക്കലും നമ്മൾ അപകടമാണെന്ന് അറിയുന്ന കാര്യങ്ങൾ അത് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്തു നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം ഇതിലെ വൈദ്യുതി എൻ്റെ ശരീരത്തിൽ കൂടി കടന്നു പോകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം.
ഇത് നമ്മൾ നേരത്തെ ടെസ്റ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ഒരു വയറാണ്. അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇത് നമ്മൾ നേരത്തെ ടെസ്റ്റർ വെച്ച് നോക്കിയ ഫേസ് വയറാണ്. ഫേസ് വയർ തീർച്ചയായിട്ടും അതിലൂടെ സപ്ലൈ പോകുന്നുണ്ട്. ടെസ്റ്റർ നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ഈ വൈദ്യുതി എൻ്റെ ശരീരത്തിൽ കൂടി കയറി ഇറങ്ങിപ്പോയാൽ എനിക്ക് പ്രശ്നമുണ്ടോ? അത് എന്തുകൊണ്ട് പ്രശ്നമില്ല? എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എനിക്ക് ഷോക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാം. ഈ ഒരു വയറിൽ കറണ്ട് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? ടെസ്റ്റർ വെച്ച് കാണിച്ചു. ഒന്ന് ടെസ്റ്റർ വെച്ച് നോക്കി. ടെസ്റ്റർ പ്രകാശിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ട്. അതേ വയർ തന്നെ എൻ്റെ ശരീരത്തിലൂടെ സപ്ലൈ കടന്നു പോകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതേ വയറിൽ തന്നെ ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. എൻ്റെ കൈ നീട്ടി വെക്കുമ്പോൾ അതിൽ ടെസ്റ്റർ കത്തുന്നുണ്ടോ എന്ന് നോക്കാം. ടെസ്റ്റർ പ്രകാശിക്കുന്നത് കണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ കൂടി വൈദ്യുതി കടന്നു വന്നിട്ട് എൻ്റെ ശരീരത്തിൽ തന്നെ നിൽക്കുകയാണ്. ഭൂമിയിലേക്കോ അല്ലെങ്കിൽ ന്യൂട്രലിലേക്കോ പോയെങ്കിൽ മാത്രമേ എൻ്റെ ശരീരത്തിൽ കൂടി വൈദ്യുതി അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കയറി നിൽക്കുന്നു. അതൊരു അപകടകരമായ ഒരു കാര്യമല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് റബ്ബർ മാറ്റിൻ്റെ പുറത്താണ്. ക്യാമറയിൽ കാണിക്കാൻ പറ്റുന്നില്ല. ഒരു റബ്ബർ മാറ്റിൻ്റെ പുറത്താണ്. അല്ലാതെ ഞാൻ നേരിട്ട് തറയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ ഞാൻ കാണത്തില്ല. ഇവിടെ കിടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ എൻ്റെ ശരീരത്തിലൂടെ കയറി വന്ന കറണ്ട് എൻ്റെ മറ്റേ കൈയിലൂടെ ആ ടെസ്റ്ററിലേക്ക് കടന്നു പോകും, ടെസ്റ്റർ വഴി ഭൂമിയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഷോക്ക് ഏൽക്കാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ടെസ്റ്റർ പ്രകാശിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ടെസ്റ്റർ വർക്ക് ചെയ്യുന്നതിന് വളരെ മൈന്യൂട്ടായ വളരെ ചെറിയ ഒരു കറണ്ട് മാത്രം മതി ആ ടെസ്റ്റർ വർക്ക് ചെയ്യാൻ. ആ കടന്നു പോകുന്ന കറണ്ട് എൻ്റെ ശരീരത്തിന് അപകടം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കറണ്ടും അല്ല, വളരെ ചെറിയ കറണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ഷോക്ക് ഏൽക്കാത്തത്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ കൂടി ഈ വൈദ്യുതി കടന്നു പോയിട്ടും എനിക്ക് ഷോക്ക് ഏൽക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ റബ്ബർ മാറ്റിൻ്റെ പുറത്ത് നിന്നത് കൊണ്ട് മാത്രം എനിക്ക് ഷോക്ക് ഏറ്റില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഷോക്ക് ഏൽക്കും. എനിക്കൊരു അത്ഭുത സിദ്ധിയില്ല. ഇനിയുള്ളത് ഈ വയറുകൾ തമ്മിൽ കൂട്ടിപ്പിരിച്ച് അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കാനൊക്കെ വയറുകൾ തമ്മിൽ കൂട്ടിപ്പിരിക്കുന്ന പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതും സാധിക്കുന്നത് ഇതേ രീതി തന്നെയാണ്. ഈ ഇരിക്കുന്ന ബൾബ് നമ്മൾ ഈ 2 വയറുകൾ ഇങ്ങനെ മുട്ടിക്കുമ്പോൾ ആ ലൈറ്റ് കത്തുന്നുണ്ട്. അത് റിലേ സംവിധാനങ്ങളൊന്നുമില്ല, നേരിട്ട് തന്നെയാണ്. ഈ വയർ നമുക്ക് കൂട്ടിപ്പിരിക്കാൻ പറ്റുമോ? കൂട്ടിപ്പിരിച്ച് കൈകൊണ്ട് നേരിട്ട് നമുക്ക് കൂട്ടിപ്പിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും പറ്റുമെന്ന് നേരത്തെ എങ്ങനെയാണെന്നുള്ള സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നു. അത് ഒന്നുകിൽ നമ്മൾ നല്ല റബ്ബർ മാറ്റോ അല്ലെങ്കിൽ നല്ല ചെരുപ്പ്, നല്ല ഉണങ്ങിയ ചെരുപ്പോ ഒക്കെ ഇട്ടുകൊണ്ട് നിന്ന് വേണം ഇത് ചെയ്യാനായിട്ട്. ചെയ്യണമെന്നല്ല, എങ്ങനെയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അല്ല നേരിട്ട് തറയിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഇതിങ്ങനെ കൂട്ടി മുട്ടിക്കുന്ന സമയത്ത് ഈ വയർ ന്യൂട്രലായിട്ട് മാറുന്ന സാധ്യത ഉണ്ടാക്കിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ആ ലൈറ്റ് കത്തുന്നതുണ്ടല്ലോ, ആ ലൈറ്റ് കത്തുന്ന സമയത്ത് നമ്മളത് കൂട്ടിപ്പിരിക്കുകയാണ്. കൂട്ടിപ്പിരിച്ച് ജോയിൻ്റ് ചെയ്യുകയാണ് കണ്ടോ? പക്ഷേ ഷോക്ക് കിട്ടുന്നില്ല. ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. അത് ഇളക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആകും. ഇത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ അത് മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഇത് ആരും പരീക്ഷിക്കാൻ നിൽക്കേണ്ട. ഇത് അപകടം തന്നെയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകളും ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇതൊരു നല്ല അറിവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് അവരിലേക്കും കൂടെ എത്തിക്കാൻ ശ്രമിക്കുക. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.